പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. പൂവാടിയായി മാറും ഈ ഭൂമിയിൽ, പൂവാടിയായി മാറും ഈ ഭൂമിയിൽ വായനയാൽ ഒത്തുചേർന്നു പാടിടാം. വായനാദിനം വായനാദിനം വായന പൂത്തുലയട്ടെ, വായന പൂത്തുലയട്ടെ. അറിവിന്റെ ഉറവിടങ്ങൾ പുസ്തകങ്ങളാൽ അതിരുകളിൽ ആകാശപ്പൊലിവു കണ്ടിടാം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പറന്നുയരാൻ സഹായിച്ച ഈ മഹത് വ്യക്തിയെ ഇന്നേ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാം. പുസ്തകങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും തണുത്തുറഞ്ഞ് സന്തോഷത്തിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് പറന്നുയരാൻ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പലരും പുസ്തകങ്ങളെ ആഴമടക്കുകയും മൊബൈൽ ഫോണിനെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു പുതിയ യുഗത്തിലേക്ക് തിരിച്ചു വരും. വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ വിമർശനമായി വളർത്തുന്ന അഴിമതിയും അനീതിയും തുടർന്നുകൊണ്ടുവാൻ കഴിയുന്നതും പരിശ്രമിക്കും. നമസ്കാരം. ജൂൺ 19 ലോക വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ശ്രീ പി.എൻ. പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അതിന്റെ പ്രസക്തി ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുവാനുമാണ് നാം ഇന്നേ ദിവസം വായനാ ദിനമായി ആചരിക്കുന്നത്. ഓരോ പുസ്തകങ്ങളും അറിവിന്റെ കലവറകളാണ്. ഓരോ പുസ്തകങ്ങൾ നാം വായിക്കുമ്പോഴും നാം പുതിയ ലോകങ്ങൾ കണ്ടെത്തുന്നു, പുതിയ പാഠങ്ങൾ പഠിക്കുന്നു. ഓരോ പുസ്തക താളുകളും നമ്മെ ചിന്തിപ്പിക്കുകയും സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് ഒട്ടനവധി മാർഗങ്ങളുണ്ട്. ഇ ബുക്കുകൾ, ഓഡിയോ ബുക്കുകൾ, ലൈബ്രറികൾ എന്നിങ്ങനെ വിവിധ മാർഗങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എന്നാൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. അതിനാൽ ഈ വായനാ ദിനത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. ഓരോ ദിവസവും അല്പനേരമെങ്കിലും വായനയ്ക്കായി മാറ്റിവെക്കുമെന്ന്, പുസ്തകങ്ങളെ സ്വന്തം കൂട്ടുകാരായി കരുതുമെന്ന്. വായന അറിവാണ്, അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയും സമ്പത്തും. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് NV കൃഷ്ണവാര്യർ എഴുതിയ പുസ്തകങ്ങൾ എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്, പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്. നമ്മളെപ്പോലൊരു തനി മണ്ണിൻ ബന്ധനം വിട്ടുയർന്നതാം കാര്യം, വെന്തു നീറുന്ന റോക്കറ്റിലേറി ചന്ദ്രനിൽ ചെന്നിറങ്ങിയ കാര്യം. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്, പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്, പുസ്തകങ്ങളിൽ വിസ്മയമുണ്ട്.